ജനനായകൻ ദളപതി വിജയ് നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്ത സിനിമയാണ് ജനനായകൻ. നമ്മുടെ ദളപതി വിജയുടെ അവസാനത്തെ സിനിമയാണ്. എന്തായാലും പടം നാളെയാണ് വേൾഡ് വൈഡായി റിലീസ് ആവാൻ പോകുന്നത്. അപ്പോൾ ജനനായകൻ സിനിമയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഈ സിനിമയ്ക്ക് പൊതുവെ ഒരു നെഗറ്റീവ് ഉണ്ട്. മെയിനായിട്ടും ഇതൊരു റീമേക്ക് പടമാണല്ലോ. അവസാനത്തെ പടം റീമേക്ക് ആയി പോയല്ലോ എന്നൊരു വിഷമം എല്ലാവർക്കും ഉണ്ട്. എന്തായാലും എല്ലാം നിർത്തി പോവുകയാണ്. അപ്പൊ മിനിമം ഒരു ഫ്രഷ് പടമെങ്കിലും ചെയ്തിട്ട് പോയാൽ നന്നായിരുന്നു. അപ്പോ ഈ ഒരു നെഗറ്റീവ് മെയിൻ ആയിട്ട് ബാധിച്ചിരിക്കുന്നത് ഡയറക്ടർ എച്ച് വിനോദിനെയാണ്. ആ കാര്യങ്ങൾ മുതലാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഗോട്ട് കഴിഞ്ഞ് ദളപതി 69 എന്ന സിനിമയ്ക്ക് വേണ്ടി 20 ഡയറക്ടേഴ്സ് ആണ് വിജയോട് കഥ പറഞ്ഞത്. അതിൽ 10 പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. അങ്ങനെ ആ ലിസ്റ്റിൽ നിന്നും അവസാനം വന്ന ഡയറക്ടേഴ്സ് ആണ് കാർത്തിക് സുബ്രാജ്, RJ ബാലാജി, പിന്നെ എച്ച് വിനോദും. അങ്ങനെ കാർത്തിക് സുബ്രാജ് ഔട്ടായി. പുള്ളി നേരെ പോയി റെട്രോ ചെയ്തു. വിജയോട് പറഞ്ഞ അതേ കഥയാണ് റെട്രോ എന്ന് ഒരുപാട് റൂമർ വന്നിരുന്നെങ്കിലും അത് മറ്റൊരു കഥയായിരുന്നു എന്ന് പിന്നീട് കാർത്തിക് സുബ്രാജ് തന്നെ പറഞ്ഞിട്ടുണ്ട്. വിജയോട് കാർത്തിക് സുബ്രാജ് പറഞ്ഞത് ഒരു ഗ്യാങ്സ്റ്റർ പടമായിരുന്നു. അടുത്തത് RJ ബാലാജിയാണ്. പുള്ളി കറുപ്പുമായിട്ടാണ് വിജയ് എടുത്ത് പോകുന്നത്. പുള്ളിക്കത് ഇഷ്ടപ്പെട്ടതുമാണ്. പക്ഷെ അവസാനത്തെ പടം ഒരു പൊളിറ്റിക്കൽ പടം തന്നെ വേണമെന്നുള്ളത് കൊണ്ട് അവസാനം RJ ബാലാജിയും ഔട്ടായി. പിന്നീട് എക്സാക്ട് സെയിം പടം സൂര്യ വെച്ച് ചെയ്തു. സൂര്യ കംബാക്ക് അടിച്ച് കറുപ്പ്. ഇനി അടുത്ത ഡയറക്ടർ എച്ച് വിനോദാണ്. ശരിക്കും പറഞ്ഞ എച്ച് വിനോദ് വിജയോട് പറയാൻ പോയത് ജനനായകന്റെ കഥയല്ല. പുള്ളി കുറച്ചു വർഷം മുമ്പ് കമൽഹാസൻ വെച്ച് അനൗൺസ് ചെയ്ത ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ സിനിമയുടെ കഥയായിരുന്നു വിജയോടും പറയാൻ പോയത്. അതിൽ വിജയ് ഓക്കെ ആയിരുന്നെങ്കിലും പുള്ളിക്ക് വേണ്ട പൊളിറ്റിക്സ് അതിലില്ലായിരുന്നു. അങ്ങനെ അവസാനം വിജയ് തന്നെയാണ് ഭഗവത് കേസരി റീമേക്ക് ചെയ്യാന്ന് എച്ച് വിനോദിനോട് പറയുന്നത്. ഇതിൽ എച്ച് വിനോദിനെ കൊണ്ട് തന്നെ റീമേക്കോടം ചെയ്യിപ്പിക്കാൻ ഒരു കാരണമുണ്ട്. അത് കാർത്തിക് സുബ്രാജ് എന്തായാലും ഒരു റീമേക്കോടം ചെയ്യില്ല. RJ ബാലാജിയുടെ കാര്യം അറിയത്തില്ല. ഇപ്പോ എച്ച് വിനോദ് ആണെങ്കിൽ പുള്ളി ഇതിനു മുമ്പ് വെടിപ്പായിട്ട് പടം റീമേക്ക് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല സൂപ്പർ സ്റ്റാറുകൾ പറയുന്നതനുസരിച്ച് പുള്ളി നിൽക്കും. അങ്ങനെ എച്ച് വിനോദ് ഈ പടം കമ്മിറ്റ് ചെയ്യുന്നു. ഇതിനായിട്ട് എച്ച് വിനോദ് ഭഗവത് കേസരി കണ്ട് പുള്ളി ആദ്യം വിജയോട് ചോദിച്ചതും നമ്മൾ ചോദിച്ച അതേ ചോദ്യമാണ്, വൈ ഷുഡ് റീമേക്ക്? എന്തിനാണ് ലാസ്റ്റ് പടം റീമേക്ക് ചെയ്യുന്നത്? അതിന് വിജയ് പറഞ്ഞ മറുപടി വളരെ സിമ്പിൾ ആണ്. അതിലെ പൊളിറ്റിക്സ് വളരെ നന്നായിരുന്നു, വുമൺ എംപവർമെന്റ്. അങ്ങനെ പുള്ളി കൺവിൻസ് ചെയ്താണ് എച്ച് വിനോദ് ജനനായകൻ എന്ന് പറയുന്ന സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഇത് എച്ച് വിനോദ് തന്നെ ഇപ്പൊ ഒരു ഇന്റർവ്യൂല് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോ ഒരു സിനിമയുടെ മൊത്തം ഉത്തരവാദിത്വവും ഒരു സംവിധായകന്റെ മാത്രം പടലിൽ കെട്ടിവെക്കുമ്പോ ഇതും നമ്മൾ ഓർക്കണം. അപ്പൊ എന്തായാലും ജനനായകൻ നാളെ വേൾഡ് വൈഡായി റിലീസ് ആകാൻ പോവാണ്. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇതിന്റെ വേർഡിക്റ്റ് എന്തായിരിക്കും? ഈ സിനിമ വിജയിക്കുവോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ജനുവരി 9 ആദ്യം റിലീസ് തീരുമാനിച്ച സമയത്ത് 80 കോടിക്ക് അടുത്ത് പ്രീസെയിൽ പോയ പടമാണ്. അതായത് ജനനായകൻ സിനിമ ജനുവരി 9 തന്നെ റിലീസ് ആയിരുന്നെങ്കിൽ ഓപ്പണിംഗ് ഡേ 100 കോടി കൺഫേം ആയിരുന്നു. എന്നാൽ ഇപ്പോ അങ്ങനല്ല. ഇപ്പോ ഒരുപാട് പരിമിതികളുണ്ട്. ഒന്നാമത്തെ കാര്യം HD പ്രിന്റ് ലീക്ക് ആയ ഒരു സിനിമയാണ്. 1.5 കോടിയിലധികം ആളുകളാണ് ജനനായകൻ സിനിമ ഇതുവരെ കണ്ടത്. പിന്നെ ഇതൊരു റീമേക്ക് സിനിമയാണ്. ഭഗവത് കേസരി എന്ന് പറയുന്ന സിനിമയുടെ 80% റീമേക്ക് ആണ് ജനനായകൻ. ഇതൊരു ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ജനനായകൻ ഒരു A സർട്ടിഫൈഡ് പടമാണ്. എല്ലാ ഓഡിയൻസിനും പടം കാണാൻ പറ്റില്ല. വിജയുടെ ഫാമിലി ഓഡിയൻസിനും കുട്ടികൾക്കും ഈ പടം നല്ല രീതിയിൽ. അങ്ങനെ മൊത്തത്തിൽ പണിയാണെങ്കിലും ഇപ്പൊ ഈ സിനിമയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത്ഭുതമാണ്. HD പ്രിന്റ് ലീക്കായ പടം, റീമേക്ക് പടം, ലീക്കായിട്ടും അൾട്രാ നെഗറ്റീവ് വന്ന പടം, എന്നിട്ടും പ്രീസെയില് 50 കോടി കഴിഞ്ഞു. ജനനായകന്റെ തമിഴ്നാട് പ്രീസെയിൽ ഇതുവരെ 14 കോടിയായി. വിജയുടെ ഗോട്ട് 17 കോടിയും ലിയോ 19 കോടിയായിരുന്നു. ആ പടങ്ങളുടെ ഹൈപ്പ് വെച്ച് നോക്കുമ്പോ ഇത് മാരകടിയാണ്. പിന്നെ കർണാടക പ്രീസെയില് 7 കോടി കഴിഞ്ഞു. അവിടെ 10 കോടിക്ക് മുകളിൽ ഓപ്പണിംഗ് ഡേ കൺഫേം ആണ്. ഇനി കേരള. ജനനായകന്റെ കേരളത്തിലെ പ്രീസെയിലാണ് ശരിക്കും ഞെട്ടിച്ചത്, 3 കോടി. 5 കോടിക്ക് അടുത്ത് ഓപ്പണിംഗ് ഡേ കൺഫേം ആണ്. അങ്ങനെ മൊത്തത്തിൽ 50 കോടി പ്രീസെയിൽ ഇപ്പോഴും വൻ ബുക്കിംഗ് നടക്കുവാണ്. ഡേ 1 100 കോടി കളക്ഷൻ പോസിബിൾ അല്ലെങ്കിലും അടിച്ചാൽ വിജയ്ക്ക് മുകളിൽ സ്റ്റാർട്ടുള്ള ഒരു സ്റ്റാർ ഇന്ത്യൻ സിനിമയിൽ വേറെ കാണത്തില്ല. അവസാനത്തെ പടം ആയതുകൊണ്ട് എന്തായാലും ആള് കയറും. പിന്നെ ഒരു കാര്യം കൂടെ, ജനനായകന്റെ ഓൺലൈനിൽ ലീക്കായ ആ ഒരു വെർഷൻ ആയിരിക്കില്ല ശരിക്കുള്ള തിയേറ്ററിക്കൽ വെർഷൻ. എന്തായാലും ജനനായകന്റെ തിയേറ്ററിക്കൽ വെർഷനിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് ഡയറക്ടർ പറയുന്നത്. അപ്പോ നാളെ